കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നാം നിങ്ങളെ കാണുകയാണ്. ഈശോയെ ആരാധ്യൻ ആരാധന. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖവൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖവിൻ ഹൃദയത്തിൻ ആനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. എല്ലാവരും നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖവൻ ഹൃദയത്തിനാനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ഈശോയെ ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അൾത്താരയിൽ നിന്ന് നമ്മൾക്ക് ഒത്തിരിയേറെ ആശീർവാദവും ആശംസകളും ആശ്വാസവചനങ്ങളും ഒക്കെ കേൾക്കും. പക്ഷെ ഇതൊക്കെ നമുക്ക് അനുഭവവേദ്യമാകണത് നമ്മുടെ വിശ്വാസ നിലവാരം അനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ നിലവാരം വർദ്ധിപ്പിക്കാതെ ഒരു മാർഗവുമില്ല. ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിലെ ദുഃഖപുത്രികളിൽ ഒരാളാണ് ഹന്ന. പിന്നീട് അവിടെ ജീവിതം മറിയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവളുടെ ജീവിതം മറിയണത്? എന്താണ് അവളുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ? കുടുംബത്തിലെ ചവിട്ടിക്കൂടാണ്. കുടുംബത്തിൽ അവർക്ക് നല്ല തിക്കുമുട്ടലുണ്ടായിരുന്നു. ഈ തിക്കുമുട്ടലുണ്ടായിരുന്ന ഒരു വ്യക്തി കുടുംബത്തിൽ യൂസ്ലെസ് ചവറ് പോലെ ആയി തോന്നിയിട്ട് അവസാനം അത് ഒരു ഭ്രാന്തിൻ്റെ രീതി വന്ന് സങ്കടമേ. എന്താ അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മക്കളില്ലാത്തതാണ്. അവർക്ക് മക്കളില്ലാന്ന് തന്നെയല്ല, 1 സാമുവേൽ 1:17-18 തിരുവചനങ്ങളിലാണ് 15 മുതലുണ്ട് ഹന്നായുടെ അനുഭവങ്ങളെ ബൈബിൾ പറയണത്. ഹന്നായുടെ ഭർത്താവാണ് ഹെൽക്കാന. ഹെൽക്കാനയും ഹന്നായും കൂടി ഉള്ള ആ ദാമ്പത്യ ബന്ധത്തിൽ അവർക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ഹെൽക്കാന വേറെ വിവാഹം കഴിച്ചു. പെനിന്ന എന്നാണ് അവരുടെ പേര്. അതോടുകൂടി ഇവരുടെ ദുഃഖം വർദ്ധിച്ചു. പണ്ട് മക്കളില്ലായിരുന്നു എന്നുള്ള ദുഃഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പെനിന്നയെ കല്യാണം കഴിച്ചപ്പോൾ അവർ പ്രഗ്നൻ്റായി. 1, 2, 3 കുഞ്ഞുങ്ങൾ വരെ അവർക്ക് ജനിച്ച്. അപ്പം നാട്ടുകാർക്ക് മനസ്സിലായി ഇവളാണ് മച്ചി, ഹന്നായിക്കാണ് കുഴപ്പം, ഹെൽക്കാനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. അതോടുകൂടി അത് ഡബിളായി. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് പോയതോടുകൂടി പെനിന്നായുടെ ശക്തി വർദ്ധിച്ചു. ഇവളെ അടുക്കളപ്പോരും ഭവിഷ്യനും ഒക്കെ കൂടി കിട്ടുന്ന പാട്ടിലൊക്കെ വെച്ച് മാനസികമായി പീഡിപ്പിക്കുവാനും ഞെരുക്കാനും ഒക്കെ തുടങ്ങി. ഇവൾക്ക് ആരുമില്ലാണ്ടായി. ആരുമില്ലാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആശ്വാസങ്ങൾ പോലും അവൾക്ക് ഏക്കാതെയായി. ഭർത്താവുണ്ടെന്ന് പറഞ്ഞാലും ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ ചില ആശ്വാസങ്ങളൊന്നും ചില സമയത്ത് നമുക്ക് ഏക്കത്തില്ല. ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കാര്യം ഹെൽക്കാനെ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് 10 മക്കൾക്ക് തുല്യമല്ലേ, അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കണില്ലേ എന്നൊക്കെ ഈ മനുഷ്യൻ വലിയ നല്ല ആശ്വാസം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ കാട്ടുതീയിലെ തീർത്ഥബന്ധുക്കൾ പോലെ വർക്കൗട്ട് ചെയ്യണില്ല. സംഭവം ആശ്വാസം കിട്ടണില്ല. അവസാനം ഹെൽക്കാന ഒരു പണി ചെയ്ത്, നീ വീട്ടിൽ കുത്തിരിക്കേണ്ട, ഭക്ഷണം കഴിക്കാണ്ട് പ്രാന്തം കയറിയിരിക്കേണ്ട, നീ എൻ്റെ കൂടെ വാ, നമുക്ക് ദേവാലയത്തിൽ പോകാം. അങ്ങനെ ഇവർ ഷീലോ ദേവാലയത്തിൽ പോകും. അവിടെ 3-4 ദിവസം താമസിക്കുവരെ. നേർച്ചക്ക് പോണതാണ്, എല്ലാ കൊല്ലം പോണപ്പോൾ ഈ പ്രാവശ്യം അവർ സങ്കടം കൂടി കണ്ട് വിളിച്ചതാണ്. ഇവർ അവിടെ സത്യത്തിൽ എവിടെയോ താമസിക്കുകയാണ്. അതിനുശേഷം രാവിലെ വന്ന് ഇവർ കർത്താവിൻ്റെ അടുത്തിരിക്കും, ഒറ്റയ്ക്കിരിക്കും. ആര്? ഹന്ന. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് സങ്കടം കൂടിക്കൂടി പ്രാർത്ഥനയുടെ സങ്കടം കൂടി, പ്രാർത്ഥനയല്ല ശരിക്കും നടക്കണത് അവിടെ. വീട്ടിലെ അവസ്ഥ ഓർത്തും ജീവിതത്തിൻ്റെ ദുരിതം ഓർത്തും ദുർഘടം ഓർത്തും ദുർവിധി ഓർത്തുമൊക്കെ അവൾക്ക് സങ്കടം പെരുകി അത് പിച്ചുമ്പയും പറഞ്ഞ രീതിയിലൊക്കെ ആവും. അപ്പോൾ ഹേലി എന്നും പറഞ്ഞ അവിടെ പുരോഹിതൻ ഇരിപ്പുണ്ട്.
ഹേലി ഇവളിങ്ങനെ വാഗ്ദാന പേടകത്തിൻ്റെ അരികത്തിരുന്ന് വക്രിച്ചും ഗോഷ്ഠിയൊക്കെ കാണിക്കണമ്പോൾ ഹേലി വിചാരിക്കും ഇവൾ വെള്ളം അടിച്ചാണെന്ന് വിചാരിച്ചിട്ട് വന്ന് ചോദിക്കും എന്നാ പറ്റിയെന്ന് ചോദിക്കുക. രാവിലെ കഴിച്ചിട്ട് വന്നിരിക്കണ കരി വെള്ള കാട്ടായം ആ രീതിയിലാണ്. അപ്പോഴേ ഈ ഇവർ പറയും പ്രഭു അങ്ങനെയല്ല. അവർ പറയാം അവിടെ ഭയങ്കര സൗമ്യമാണ് സംസാരിക്കണത്. പുരോഹിതത്തിനെയും അപമാനിച്ച് സംസാരിച്ചിട്ട് അവൾ സൗമ്യമായി സംസാരിക്കണത്. പ്രഭു അങ്ങനെയല്ല, ഞാൻ അധപ്പതിച്ച ആളല്ല, എനിക്ക് മക്കളില്ലാത്തത് തന്നെയല്ല പ്രശ്നം, ഇപ്പോൾ എനിക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു പരുവത്തിലായി. അതുകൊണ്ട് എൻ്റെ സങ്കടം ഞാൻ ഇവിടെ കർത്താവിനോട് പറയണതാ. അത് കേട്ടപ്പോൾ ഏലിക്ക് ഒരു അനുകമ്പ തോന്നിയിട്ട് പറയും, ഒരു ആശീർവാദം കൊടുക്കും. അതാണ് ഈ ധ്യാനത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണ ഒരു പ്രധാനപ്പെട്ട മർമ്മം. ഒരു ആശീർവാദം കൊടുക്കും. എന്താ? മകളെ, ഇസ്രായേലിലെ ദൈവം നിന്നെ പരിപാലിക്കട്ടെ, നീ സമാധാനത്തെ പോവുക. അതാണ് ഇവർക്ക് കൊടുക്കുന്ന ആശീർവാദം. ഹേലി കൊടുക്കണതാ. പക്ഷേ ഹേലി ആശീർവാദം കൊടുക്കാൻ എന്താ കാരണം? കർത്താവ് അഹ്റോൻ്റെ കാലത്ത് മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജനം വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത് കൃപാസനം നടത്തുന്നത് മരിയൻ ഉടമ്പടി ധ്യാനമാണ്. അമ്മയെന്ന വാഗ്ദാന പേടകത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആശ്രയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിപ്പോഴെങ്കിലും തുടങ്ങിയതല്ല. എത്രയോ വർഷങ്ങളായിട്ട് ദൈവജനം ചങ്ക് തകർന്നു വരുന്നവർക്ക് ആശ്വാസമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ദൈവം കൂടി വന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവസംവിധാനമാണ് ഉടമ്പടിയായിട്ട് വരുന്നത്. അതിൻ്റെ മരിയൻ വെർഷനാണ് മരിയൻ ഉടമ്പടി. അപ്പോൾ ഹേലി ഇവളോട് പറയും, ഇസ്രായേലിൻ്റെ ദൈവം നിന്നെ പരിപാലിക്കട്ടെ, നീ സമാധാനത്തോടെ പോവുക. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് സാധാരണ വർത്തമാനമല്ലേ എന്നാണ്. എല്ലാം സാധാരണ വർത്തമാനമാണ്. പക്ഷേ എന്ത് പറയുന്നതിനേക്കാൾ പ്രാധാന്യമാണ് ആര് കേൾക്കുന്നു എന്നുള്ളത്. തിങ്, സീരിയസ് തിങ്. എന്ത് പറയുന്നു? എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ ആശീർവാദമാണ്. ദൈവം ആണ് ആദ്യം മോസസിനോട് പറഞ്ഞത്, നീ അഹ്റോനോടും അവൻ്റെ സന്തതി പരമ്പരകളോടും, സംഖ്യ 6-ാം അധ്യായമില്ലേ 22-ാമത്തെ വാക്യം, നീ അഹ്റോനോടും അവൻ്റെ സന്തതി പരമ്പരയോടും പറയണം, എൻ്റെ ജനം ചങ്ക് തകർന്ന് വരുമ്പോൾ അവരോട് ഇങ്ങനെ അവരാശീർവദിക്കണം. എന്താണ്? ഇസ്രായേലിൻ്റെ ദൈവം നിന്നെ പരിപാലിക്കട്ടെ, നീ സമാധാനത്തോടെ പോവുക. അത് മോസസിനോട് പറഞ്ഞിട്ട്, അഹ്റോനോട് പറയാൻ പറഞ്ഞിട്ട്, സന്തതികൾ പറയാൻ പറഞ്ഞ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അതേ അഭിവാദന ആശ്വാസവചനങ്ങളാണ് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഹേലി പുരോഹിതൻ അന്നയോട് പറയണത്. അപ്പോൾ കർത്താവിൻ്റെ വചനമാണ് താൻ കേൾക്കണത് എന്നതിനെക്കുറിച്ച് ഹന്നയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിനാണ് നമ്മൾ വചനം വായിക്കണത്. വചനത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ ഒരു ആശംസ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, ഇപ്പം ഞങ്ങൾ കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പറയണതല്ല. ദൈവം മനുഷ്യനെ കണ്ടുമുട്ടിയ കാലം മുതൽ, മനുഷ്യൻ എന്ത് ചങ്ക് തകർന്ന് ദൈവത്തിൻ്റെ ദൃശ്യത്തിന് വന്ന കാലം മുതൽ ദൈവത്തിൻ്റെ ആശ്വാസം മനുഷ്യനിലേക്ക് ലഭിക്കാൻ വേണ്ടി ദൈവസംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പുരോഹിത ആശംസയാണ്. ഹന്ന അത് വിശ്വസിക്കാം. ഹന്ന അത് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ തെളിവെന്താ? അവൾ വചനം പറയും, 1 സാമുവേൽ 1:18 പറയും, പിന്നീട് ആശംസ ലഭിച്ചതിന് ശേഷം പിന്നീട് അവൾ കരഞ്ഞിട്ടില്ല, ദുഃഖിച്ചിട്ടില്ല എന്ന് പറയും. അവിടെയാണ് പ്രശ്നം. നമുക്കിതിന് എത്രയോ ആശംസകൾ കിട്ടിയാലും, കുർബാന അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിച്ചാലും, പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ അപ്പോഴും അയ്യോ കടക്കാരെ ഓർത്തും രോഗത്തെ ഓർത്തുമൊക്കെ സങ്കടപ്പെടും. ദാറ്റ് വി ആർ നോട്ട് സബ്മിറ്റഡ് ഇറ്റ്. കർത്താവിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, സമർപ്പിച്ചിട്ടില്ല. ആൾക്കാരിൽ നിന്ന് കേട്ട കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടില്ല, അത് അവിടെ കളഞ്ഞു. ഇതിവിടെ ആയിട്ട് ഇങ്ങനെ പോവും. ഇതാണ് വിഷയം. നമ്മളും അന്നയും തമ്മിലുള്ള ഒരു വിഷയം അതാ. അവിടെ കർത്താവിൻ്റെ ആൾക്കാരിൽ നിന്ന് കേട്ട പുരോഹിതൻ്റെ വചനങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളായിട്ട് വിശ്വസിക്കുക മാത്രമല്ല, അതിൻ്റെ അടയാളമായിട്ട് അന്ന് മുതലേ
അവൾ കരഞ്ഞിട്ടില്ല എന്നാ ബൈബിൾ എഴുതുന്നത്. ആ വാക്കിനാണ് വില. ഞാനിടക്ക് ഓർക്കും, ഇങ്ങനെ ഒരു ജനം എക്കാലം ഇനി ഉണ്ടാകുമെന്ന്. ഇവരിതൊന്നും വിശ്വസിക്കണില്ല. അന്ന അങ്ങനെയല്ല. അന്ന ഭക്ഷണം കഴിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്തത് വലിയൊരു നടപടിയാണ് ഭക്ഷണം കഴിക്കണത്. അവൾ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ് ഹേലി അവളുടെ അടുത്തേക്ക് കയറിയത്. നീ എന്തിനെങ്ങനെ ഇരുന്ന് പട്ടിണി കിടന്ന് നരയിക്കണേ, നിൻ്റെ കൂടെ വാ, ഇവിടെ ഇരുന്നാൽ നീ ശരിയാതെ, ഇനിയും പട്ടിണി ഇരിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാ. ആ ഒറ്റ ആശീർവാദം. അവർ 5 ദിവസത്തെ ധ്യാനം കൂടിയില്ല. അന്ന 5 ദിവസത്തെ ധ്യാനം കൂടിയില്ല, ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയില്ല. പുരോഹിതൻ്റെ ഒരു ആശീർവാദം മാത്രമേ കിട്ടിയുള്ളവർക്ക്. പക്ഷെ അവളത് വിശ്വസിച്ചു. അവൾ വിശ്വസിച്ചിട്ട് എന്താ വന്നത്? പിന്നെ കരഞ്ഞില്ല അവളെ. പിന്നെ അവൾ ഭക്ഷണം എടുത്ത് കഴിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വന്നു. അവൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നത് കൊണ്ട് 72 മണിക്കൂറിനുള്ളിൽ അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു. അവൻ്റെ പേരാണ് സാമുവൽ. ഹന്ന പിന്നീട് കരഞ്ഞില്ല, ഭക്ഷണം മേടിച്ച് കഴിച്ചു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. ദൈവവേദലേ, ഹന്നയെപ്പോലെ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാൻ, അതുപോലെ വിശ്വസിക്കാൻ, വിശ്വസിച്ച് സന്തോഷിക്കുവാൻ, എല്ലാ നിരാശകളിലും പ്രയാസങ്ങളിലും സന്തോഷിക്കുവാൻ, സാധാരണ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ആശംസ കേട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, ഹൃദയത്തിൻ്റെ സങ്കടങ്ങൾ, ഭാരങ്ങളിൽ നിന്ന് നിരാശകളെല്ലാം അവസാനിപ്പിക്കുവാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഹന്നായി അങ്ങയുടെ മുന്നിൽ വ്യാപരിച്ചപ്പോൾ അങ്ങ് കൊടുത്ത സന്തോഷം, അങ്ങ് കൊടുത്ത സമാധാനം, ആശീർവാദം, ആത്മസന്തോഷം, കർത്താവേ, കൃപാസനം സാന്ത്വനാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിത ദുരിതങ്ങളിലും അവരുടെ ജീവിത സങ്കടങ്ങളിലും ജീവിത കെണികളിലുമെല്ലാം ആത്മസന്തോഷത്തിൻ്റെ അഭിഷേകം അന്നായിൽ ഭക്ഷിച്ച അതേ ആത്മാവിൻ്റെ ശക്തി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് നിയോഗം ഇപ്പോൾ അവർ സമർപ്പിക്കുന്നുവോ ആ നിയോഗത്തിൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളിൽ കർത്താവേ, അങ്ങ് ആത്മാവിൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് വാഴ്ത്തിപ്പാടാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ചേർന്ന് പാടാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത വ്യഥകളും വിഷമതകളും പ്രയാസങ്ങളും കർത്താവേ, ദിവികാരുടെ ഈശോയെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, സകല വിശുദ്ധരെ മലാകമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. നമുക്ക് സാക്ഷ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് വെച്ച നിയോഗം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. കുട്ടികളില്ലെന്ന് പറയാൻ, കുട്ടികളുണ്ടായി, 2 വട്ടം ഉണ്ടായി. പക്ഷെ അത് അബോർഷനായിപ്പോയി. ഒന്ന് 3-ാം മാസത്തിൽ, ഒന്ന് 8-ാം മാസത്തിൽ. ഡോക്ടർ പറഞ്ഞ ഇനി എനിക്ക് ആ മെഡിസിൻ ഇല്ല,
ഇനി എനിക്ക് മെഡിസിൻ ഇല്ല തരാൻ, ഇനി മെഡിസിൻ ഇല്ല ഡോക്ടറുടെ കയ്യിൽ. ഇനി അഥവാ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ IVF വഴി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ബന്ധു വഴി കൃപാസനത്തെ പറ്റി ഞങ്ങൾ അറിഞ്ഞു. 2018 സെപ്റ്റംബർ 12-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. മാവേലിക്കരയിലാണ് എൻ്റെ വീട്. ഞാൻ അവിടുന്ന് തന്നെ കാറയിലാണ് എന്നെ കിടത്തിക്കൊണ്ട് വന്ന് ഇവിടെ കിടത്തി. അച്ഛൻ ഇവിടെ വന്ന് എൻ്റെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോൾ ധൈര്യത്തോടെ പൊക്കോ, മാതാവ് ഏറ്റെടുത്തു. എല്ലാ ദിവസവും പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും കൊന്ത ചൊല്ലുമ്പോഴും ഈ മോൻ വയറ്റിൽ കിടന്ന് അനങ്ങുമായിരുന്നു. അന്ന് 18-ാം തീയതി, മെയ് 18-ാം തീയതി കുഞ്ഞ് വയറ്റിൽ കിടന്ന് ഒരനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് തീരെ ലോ ആണ്, നമുക്ക് കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ ഡോക്ടർമാരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ കുഞ്ഞിന് ശ്വാസമുട്ടൽ കാരണം അവർ പെട്ടെന്ന് NICUയിലോട്ട് കൊണ്ടുപോയി. NICUയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ എന്നെ കിടത്തിയിരുന്നപ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ മുഖം മാത്രം എനിക്ക് കാണാം. ഈ കൃപാസന മാതാവിൻ്റെ മുഖം, വിശ്വാസ പ്രമാണം മാത്രം ചൊല്ലിക്കൊണ്ട് ഞാൻ അവിടെ കിടന്നുകൊണ്ടിരുന്നു. വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഈ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും ഞാൻ കേട്ടില്ലായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, അവരെന്നോടൊന്നും പറയുന്നില്ല. മോൾ പ്രാർത്ഥിച്ചോന്നേ പറയുന്നുള്ളൂ. അങ്ങനെ ഈ കുഞ്ഞിനെ NIC കയറ്റി. പിറ്റേ ദിവസം എന്നെ റൂമിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കാണണം. കുഞ്ഞിനെ എന്നെ പല ട്യൂബും ഓക്സിജനും എല്ലാം ഇതിനകത്ത് കിടത്തിയേക്കോ കുഞ്ഞിനെ. ഓരോ പ്രാവശ്യം ഡോക്ടർ ഓരോ രീതിയാണ് പറയുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എക്സ്റേ എടുത്തപ്പം കുഞ്ഞിൻ്റെ ലങ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇതാ ഫസ്റ്റ് എക്സ്റേ. ഞാൻ രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസത്തെ എക്സ്റേയിൽ കുഞ്ഞിൻ്റെ ലങ്സ് തെളിഞ്ഞു കണ്ടു. കരങ്ങളടിച്ച് ശക്തമായിട്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. വൈകിട്ട് ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴും ഡോക്ടർ നല്ല ഇതാ പറഞ്ഞേ. പിറ്റേ ദിവസം കുഞ്ഞിനെ ഞങ്ങളുടെ കൈകളിൽ തന്നു. ഈ കുഞ്ഞാ അത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് വിശ്വാസം അഭിഷേകമായി സ്വീകരിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ, ഇക്കാലങ്ങളിലെ ഏറ്റവും വലിയ സങ്കടം വിശ്വാസമുണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ പോലും കർത്താവേ, ഹന്നയെപ്പോലെ വിശ്വസിക്കാൻ, അങ്ങയുടെ വചനത്തിൻ്റെ ആശംസ കേൾക്കുമ്പോൾ കണ്ണീർ തുടച്ച് പിന്നെ കരയാണ്ടിരിക്കാൻ ആവശ്യമായ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുന്ന കർത്താവേ, ഹല്ലേലൂയ, ദിവ്യകാരുണ്യ സ്നേഹമേ, ചേർന്ന് പാടാം. അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവേ, അൾത്താരയിൽ നിന്ന് അങ്ങയുടെ ആശംസ കേട്ടപ്പോഴ് അന്ന സാധാരണ ജീവിതത്തിലേക്ക് വന്ന് വളരെ ഭക്ഷണം കഴിച്ചു. കർത്താവ് സാധാരണ ജീവിതത്തിലേക്ക് വരുവാൻ ഓരോ ആരാധന കഴിയുമ്പോഴും അങ്ങയുടെ ആശംസ വചനം കേട്ടുകൊണ്ട് ഹൃദയത്തിൽ ആശംസയും സന്തോഷം അനുഭവിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് വരുവാൻ ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഈശോദിനെ സ്പർശിക്കുക, രോഗങ്ങൾ ഈശോ സ്പർശിക്കുക, സങ്കടങ്ങൾ ഈശോ സന്തോഷമാക്കുക, നൽകുക.
അന്നയെ സ്വന്തം ഭർത്താവ് വളരെ കാര്യമായി സ്നേഹിച്ചിട്ടും ആശ്വസിപ്പിച്ചിട്ടും ആശ്വാസമൊന്നും അവൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത വിധം അവിടെ ദുഃഖവും ദുരിതവും അത്ര ആഴമായിരുന്നു. മക്കളെ സ്നേഹിച്ചാലും ജീവിത പങ്കാളികൾ സ്നേഹിച്ചാലും ആ സ്നേഹത്തിൻ്റെ ആശ്വാസം അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ രോഗത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവർ കർത്താവേ, ഈ ആരാധനയിലൂടെ നീ ആന്തരികമായ സൗഖ്യവും ശക്തിയും നൽകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. തീരാരോഗങ്ങളിൽ കഴിയുന്നവരെ, ആരോരുമില്ലാത്തവരെ ഈശോ സ്പർശിക്കുക. ജീവിത സങ്കടങ്ങളിൽ മുഴുകി കഴിയുന്നവരെ ഈശോ സ്പർശിക്കുക. ഒറ്റപ്പെട്ട വ്യക്തികളെ ഈശോ സ്പർശിക്കുക. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരുന്നു. കർത്താവേ, സാമൂല്യം നൽകിക്കൊണ്ട് അവളുടെ കണ്ണുനീരിന് പരിഹാരം കൊടുത്തു. കർത്താവേ, എത്ര വേദനിച്ചാലും നീ ഒന്ന് ആശ്വസിപ്പിച്ചാൽ ഞങ്ങൾക്ക് ചിന്തിക്കാനാവാത്ത അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കുന്നത്. അതുപോലെ കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും എന്തോരോ വേദന അനുഭവിക്കുന്നു. അവരങ്ങനെ ആശ്രയിക്കുന്ന ആനുപാതികമായി അവർക്ക് അനുഭവം നൽകി, അനുഗ്രഹം നൽകി അവരെ സാക്ഷികളാക്കി മാറ്റണമേ. സ്തുതിയുടെ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നു. ദൈവത്തോട് നീ ചോദിക്കുക നിന്റെ ആവശ്യം, നിന്റെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുക. ഈശോ നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുക. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരുന്നു. ആരാധനയിലെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഇന്നത്തെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഭാരങ്ങളും രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എന്നെപ്പോലെ സാധാരണ ജീവിതത്തിലേക്ക് വരുവാൻ എന്നെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക. ഈശോ നിന്നെ ആശീർവദിക്കാൻ പോവുകയാണ്. അന്നായോട് പുരോഹിതൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവം നിന്നെ പരിപാലിക്കട്ടെ. അതേ ദൈവം ഇതാ നിന്നെ ആശീർവദിക്കാൻ പോവുകയാണ്. ഹന്നായിക്ക് ആത്മാവിന് സന്തോഷം കൊടുത്ത ദൈവം നിന്നെ ആശീർവദിക്കാൻ പോവുകയാണ്. അവളുടെ സങ്കടങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞ് അവളെ സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്ക് നയിച്ച ദൈവം ഇതാ നിന്നെ ആശീർവദിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹന്നായിൽ നിറഞ്ഞ അതേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എൻ്റെ തീരാ രോഗദുരിതങ്ങള്, കർത്താവേ, കടക്കെണികള്, ഭവനത്തിന്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കാത്തവരെ യേശു ആശീർവദിക്കുകയാണ്. ലോണിനെ അപേക്ഷിച്ചിട്ടുള്ളവരെ ആശീർവദിക്കുകയാണ്. അധിക വരുമാനം ആഗ്രഹിക്കുന്നവരെ ആശീർവദിക്കുകയാണ്. തൊഴിൽ രഹിതരെ ആശീർവദിക്കുകയാണ്. സന്താനരഹിതരെ ആശീർവദിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും